ഒരു 20 പശു ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അധ്വാനിക്കുന്ന പൈസ സുഖമായിട്ട് ഇവിടെ എടുക്കാൻ പറ്റും. പ്രവാസികളെ സംബന്ധിച്ച് നാട്ടിൽ വരുമ്പോൾ ആശ്രയിക്കാവുന്ന ഒരു തൊഴിൽ മേഖലയാണ് പശു വളർത്തൽ മേഖല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രവാസിയുടെ പശു ഫാമാണ്. അപ്പോൾ ഇടപ്പറമ്പിൽ ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീമോൻ മാത്യു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലുള്ള സുജിത്ത് എന്ന പ്രവാസിയുടെ നല്ലൊരു ഫാമാണ്. ഇവിടെ 16 പശുക്കളുണ്ട്. അതിൻ്റെ കൂടെ പോത്ത്, ആട്, താറാവ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് സുജിത്ത് എന്ന ഈ യുവ പ്രവാസി ഈ പശു വളർത്തൽ മേഖലയിൽ കടന്നു വന്നപ്പോൾ അനുഭവിച്ച നഷ്ടങ്ങൾ, പിന്നീട് അതെങ്ങനെ പരിഹരിച്ചു, ഇതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഹായ് ബ്രോ. ഹായ്, എന്താ പേര്? സുജിത്ത്. സുജിത്ത് അല്ലേ? നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് കായംകുളം ഓച്ചിറ കഴിഞ്ഞിട്ട് പിന്നെ വബാക്കോന്ന് ഉള്ളിലോട്ടാണ്. പാവുമ്പതാണ് സ്ഥലത്തിന്റെ പേര്. ശരി. അപ്പൊ ബ്രോയ്ക്ക് എത്ര വയസ്സുണ്ട് ഇപ്പൊ? എനിക്ക് 42 വയസ്സ്. ശരി. എന്തുകൊണ്ട് പശു മേഖല എന്ന് വെച്ചാൽ ഞാൻ പ്രവാസിയാണ്. ഒരു പ്രവാസിയാണ്. ഏതൊരു പ്രവാസിക്കും നാട്ടിൽ വന്ന് ചെയ്യാൻ പറ്റിയ ഇത് പശു ഫാമാണ്. അങ്ങനെ താല്പര്യപ്പെട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ആണല്ലേ? ശരി. ഇപ്പൊ എത്ര നാളായിട്ടാണ് ഈ കാണുന്ന ഒരു ഫാം പണിതിട്ട്? ഇതിപ്പോ 4 വർഷമായി. സ്റ്റാർട്ടിങ് മുതല് ഈ ഒരു സംഭവമായിരുന്നോ അതോ? ഇത് ഞാൻ വാങ്ങുമ്പോ ഒരു ഫാം ആയിരുന്നു, റണ്ണിങ് ഫാം ആയിരുന്നു. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടെടുത്തതാണ്. ഓ, അങ്ങനെയല്ലേ? അതായത് ആ വീട് ഉൾപ്പെടെ? അതെ എല്ലാം. ആണല്ലേ? ശരി. പിന്നെ കുറച്ച് ഷെഡ്, ഇതൊക്കെ നമ്മളിപ്പോ പുതിയതായിട്ട് ചെയ്തതാണ്. ഇത് ഈ ഷെഡ് കാണുന്നത്. ഇപ്പൊ ആട്, മുയല്, അങ്ങനെ ചാണകം ഉണക്കുന്ന മെഷീന്, അതുപോലെ കോഴി ഫാം, അതൊക്കെ ഞാൻ ഇപ്പൊ എടുത്ത ശേഷം ചെയ്തതാണ്. ഒരുപാട് പ്രവാസികളുണ്ട് ഇങ്ങനെ പശു വളർത്തണം എന്നൊരു ആഗ്രഹം. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ പശുവിനോടൊരു ആഗ്രഹം തോന്നാം? പശുവിന് ഓൾറെഡി എനിക്ക് കുട്ടിക്കാലം മുതലേ ഇതിന് ഫാമിങ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ അന്ന് നമുക്കുള്ള പൈസയോ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോയി കൂട്ടി വെച്ച പൈസ നമുക്ക് തുടങ്ങാനൊരു അങ്ങനെ തോന്നി ചെയ്യാൻ തുടങ്ങി. അതിലെല്ലാം സെറ്റായിട്ട് വന്നപ്പോ പിന്നെ ഒന്നും നോക്കില്ല, നമ്മളെ എടുത്ത് അപ്പൊ തന്നെ എനിക്ക് സ്റ്റാർട്ടാണ്. അതുകൊണ്ട് റണ്ണിങ് ഫാം അല്ല, അങ്ങനെ പെട്ടെന്ന് എടുത്തതാ. ഈ പറഞ്ഞ റണ്ണിങ് ഫാം എന്ന് പറയുമ്പോ അന്ന് എത്ര പശു ഉണ്ടായിരുന്നു? അതായത് അന്ന് ആ ഒരു ഫാമില് അന്ന് ഞാൻ എടുക്കുമ്പോൾ 25 പശു ഉണ്ടായിരുന്നു. അന്ന് 25 പശു ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എല്ലാം നല്ല പശുക്കളല്ലായിരുന്നു. ഓ, അങ്ങനല്ലേ? അപ്പൊ നമുക്ക് ഈ പെട്ടെന്ന് ഈ പശുവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. ആഗ്രഹം അതാണ്. പിന്നെ എടുത്ത് ശരി പണി കിട്ടി. ഫുള്ള് കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുമായിരുന്നു ആ സമയത്ത്. ഇവര് നല്ല പശുക്കളെ കാണിച്ച് ഫാം നമുക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് നല്ല മോശം പശു, പിന്നെ എല്ലാം നമ്മൾ റീഅറേഞ്ച് ചെയ്യുമായിരുന്നു. പഴയ തടി പശുവിനെ കൊടുത്തു, പിന്നെ നല്ല പശുവിനെ എടുത്തു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിൽ നിന്ന് ഒന്ന് സ്റ്റേബിളായി വരുന്നേ ഉള്ളൂ. പശു മേഖലയ്ക്ക് ഇറങ്ങുന്ന ശരിക്കും പശുവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ശരിക്കും അറിഞ്ഞിരിക്കണം. നല്ല പണി കിട്ടിയ ആളാണ് ഞാൻ. അതുകൊണ്ട് നന്നായിട്ട് അറിഞ്ഞിട്ടേ. ശരി. ഇപ്പൊ അറിയാതെ എടുത്ത് ചാടി പണി കിട്ടി, എന്നാലും പിടിച്ചു നിൽക്കണം അല്ലേ? അപ്പൊ അന്നേരം ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ പണി കിട്ടി ഒന്ന് പറയാമോ? പണി കിട്ടി വെച്ചാല് നമ്മള് ഞാൻ വന്ന ടൈമില്, അതായത് എടുത്ത ടൈമില് നമുക്ക് ഒന്ന് ABC അറിയില്ല പശുവിന്റെ. അപ്പം നല്ല പശുക്കൾ കണ്ട് ഞാൻ എടുത്തു. പക്ഷെ അവര് ഞാൻ എഴുതുന്നതിന് തൊട്ട് മുന്നേ ഫാമിലെ പശുക്കളെ മാറ്റി വെറും മോശം പശു നമുക്ക് തന്നു. അപ്പൊ എന്നിട്ട് നമ്മൾ എണ്ണമേ ഞാൻ നോക്കിയോളൂ. 25 ഉണ്ടോ അത് മാത്രം എണ്ണ നോക്കി. പിന്നെയാണ് പാലില്ല, ഒന്നുമില്ല. പിന്നെ നമുക്ക് വരുമാനം നിന്ന് പോയി. പിന്നെ കിട്ടുന്ന പൈസ തീറ്റ കൊടുക്കാനുള്ള ഇതേ ഉള്ളൂ. സ്റ്റാഫിന് പൈസ കൊടുക്കണം. നമുക്ക് 3 സ്റ്റാഫുണ്ട്. 2 പേര് റൂട്ട്, നമ്മൾ പാല് റൂട്ടിലാണ് കൊടുക്കുക. 2 പേര് രാവിലെ വരും റൂട്ടിലേക്ക് കൊടുക്കും. പിന്നെ ഇവിടെയുള്ള സ്റ്റാഫ് 3 സ്റ്റാഫ്. ഇവർക്ക് ശമ്പളം കൊടുക്കാനും ഇത് തീറ്റ കൊടുക്കാനും പൈസ തികയുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ പശുക്കളെ റീഅറേഞ്ച് ചെയ്താണ് അത്യാവശ്യം ഒന്ന് സ്റ്റേബിളായി നിന്നത്. അന്ന് ഞാൻ പശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പോത്ത്, മുയല് എല്ലാം ആയി, താറാവ്, കോഴി, ആട്. ശരി. അല്ല, അതൊക്കെ കാണാം. അതിനു മുമ്പ് എത്ര പശുക്കളുണ്ട് ബ്രോ? ഇപ്പൊ അതിന് 16 ഉള്ളൂ. ഇപ്പൊ 16 ഉണ്ട്. ഇപ്പൊ ഉള്ള 16 അത്യാവശ്യം നല്ല പശുക്കളാണ് ഇപ്പൊ നിൽക്കുന്നത്. മോശം ഒഴിവാക്കിയിട്ട് 16 നല്ല പശുക്കൾ. സ്റ്റാർട്ടിങ്ങിലുള്ള ആ പശുക്കള് ഇപ്പോഴും ഉണ്ട്? ഏതെങ്കിലും ഉണ്ടോ? ഇത് 1-2 പശുക്കൾ നല്ലതുണ്ട് അന്നുള്ളത്. ശരി. ബാക്കിയെല്ലാം പുതിയ പശുക്കളാണ്. ഈ പറഞ്ഞ കറുത്തൊക്കെ ആണോ അതോ ഏതൊക്കെയാണ് അത് ഇപ്പൊ ഉള്ളത്? ഇവിടെ നല്ല പശു, പഴയ പശുവാണ് നിൽക്കുന്നത്. നല്ല കൊമ്പുള്ളത്. അന്ന് ഞങ്ങൾ എടുക്കുമ്പോൾ പാലൊന്നും ഇല്ല കേട്ടോ. അത് ഞങ്ങൾ പിന്നെ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തതാണ്. ഇത് ശരിക്കും ഇതിനെ പറ്റി അറിയാതെ ആരും ചാടരുത്. അതെ. ശരിക്കും പഠിച്ചിട്ട് മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവൂ. ഒരുപാട് നെഗറ്റീവ് വശങ്ങൾ ഇതിന്റെ ശരിക്കും മനസ്സിലാക്കി. അപ്പൊ ഇനി ഇപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കാം എന്നൊരു ബോധ്യം ഉണ്ടോ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടുണ്ട്. അടിപൊളി. അതായത് ഇതിൽ നെഗറ്റീവ് വശം മാത്രമല്ല ഉള്ളത്. അതെ അല്ലെ? ശരിക്കും ഇതിൽ പോസിറ്റീവ് ഉണ്ട്. പക്ഷെ ഇത് ശരിക്കും ഫാം ഇതേ കുറിച്ച് പഠിച്ച് ഇറങ്ങി കഴിഞ്ഞാല് കറക്റ്റ് നന്നായിട്ട് അറിയായിരിക്കും. ഓരോ വീടുകളിൽ ഓരോ അമ്മമാര് 2 പശുക്കളെ വെച്ചിട്ട് പിന്നെ പിള്ളേരെ പഠിപ്പിക്കുന്നു, കല്യാണം നടത്തുന്നു, പല ചെയ്യുന്നുണ്ടല്ലോ. ശരിക്കും അത് വീട്ടിലുള്ള കാടി, വെള്ളം, പുല്ല് അങ്ങനെയൊക്കെ ആണ്. നമ്മളിപ്പോ ഫാമിംഗ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ പണിക്കാരെ വെക്കുന്നു. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട്. ഹൈബ്രിഡ് പശുക്കളെ വളർത്തുന്നു, തീറ്റ മാറ്റുന്നു അല്ലെ? ഫസ്റ്റ് ഞാൻ KS കൊടുത്തോണ്ടെന്ന്. ഇപ്പൊ ഞാൻ മാറി TMR-ലേക്ക് വന്നു.
TMR-ലേക്ക് വരാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ കേസ് കൊടുക്കുമ്പോൾ കുറച്ച് ചെന പിടിക്കാൻ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് TMR-ലേക്ക് വന്ന് ഇപ്പൊ കൊടുക്കുന്ന TMR കൊടുക്കുന്നുണ്ട്, ഒപ്പം കേസ് കൊടുക്കുന്നുണ്ട്. 1 കിലോ കൊടുക്കുന്നുണ്ട്. അതായത് പാല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കിലോ. ഈ TMR കൊടുക്കുന്ന പല ക്ഷീരകർഷകരും പറയുന്നു അത് തീറ്റ ചെലവ് മുതലിക്കണില്ല എന്ന് പറയുന്നുണ്ട്. ഇല്ല, എന്നെ സംബന്ധിച്ച് TMR കുഴപ്പമില്ല. മറ്റേ കേസ് കൊടുക്കുമ്പോൾ ഫുള്ള് മോഷൻ ചാണാൻ ഭയങ്കര ലൂസായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ടൈറ്റ് ആയിട്ടാണ് വരുന്നത്. കുഴപ്പമില്ല, വലിയ വ്യത്യാസമൊന്നും പാലിൽ കാണുന്നില്ല. എന്നാലും ഹെൽത്ത് കൊണ്ട് നമുക്ക് TMR ബെറ്റർ എന്റെ ഒരു ഇത്. അതെ അതെ, ഈ കാണുന്ന പശുക്കളെല്ലാം അത്യാവശ്യം ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കണേ. ഈ കാണുന്ന തൊഴുത്തിലുള്ള പശുക്കളെ ഈ ഒരു തൊഴുത്തിൽ കൊണ്ടുവന്നിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ട്? ഏകദേശം ഒരു വർഷം 1.5 വർഷമൊക്കെ ആയ പശുക്കളാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ എന്തായാലും അത്യാവശ്യം കറന്ന് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം. ഉണ്ട്. മാക്സിമം നമ്മൾ റൂട്ടുകളിൽ അല്ലെങ്കിൽ വീടുകളിൽ കടകളിൽ അങ്ങനെ കൊടുക്കുന്നതിന് ബെറ്റർ. നമ്മൾ സൊസൈറ്റി കൊടുത്താൽ നമുക്ക് 45-50 ആ റേഞ്ച് കിട്ടത്തുള്ളൂ. പിടിച്ച് നിൽക്കാൻ വലിയ പാടായിരിക്കും. എനിക്കിപ്പോ 65 രൂപ. ഇതിപ്പോ ഒരു റൂറൽ ഏരിയ ആണ്, എന്നിട്ട് നമുക്ക് 65 ഉണ്ട്. അപ്പൊ അടിപൊളി വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വന്തമായിട്ട് പശു എടുക്കണോ ചെയ്യണം? ഇപ്പോഴും ഞാൻ ഉറപ്പ് പറയില്ല, എനിക്ക് ഒരു പക്ഷേ ഫുള്ള്. എന്നാലും ഒരു നമ്മൾ ബേസിക്കലി നമ്മൾ പണ്ട് പോലെ കണ്ടതല്ല. ഇപ്പോഴും ഒരു മടിയുണ്ട്, കാര്യം പൂർണ്ണമായിട്ട് പശു നോക്കി എടുക്കാനുള്ള ഒരു ഇതിലേക്കില്ല. പിന്നെ അറിയാവുന്ന ആണല്ലേ? ഓക്കെ ഓക്കെ, ശരി. എന്തായാലും ശരിക്കും ക്ഷീരമേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അത് പ്രവാസികളായാലും അതല്ല നാട്ടിലുള്ളവരാണെങ്കിലും പഠിച്ചിട്ട് മാത്രം ഇറങ്ങാം. ശരിക്കും പഠിച്ചിട്ട് ഇറങ്ങിയ ഗുണമാണ് ഇതില്. ഉറപ്പായിട്ടും. അല്ല, ഞാൻ ചോദിക്കണേ, ഇപ്പൊ ഒരു പ്രവാസി ആയിരുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, പ്രവാസത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ആ സാലറി ചിലപ്പോ കിട്ടില്ലായിരിക്കാം, കിട്ടുമോ? എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരു 20 പശു ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അധ്വാനിക്കുന്ന പൈസ സുഖമായിട്ട് ഇവിടെ എടുക്കാൻ പറ്റും, ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അറിഞ്ഞിരിക്കണം, ഇതിനോട് താല്പര്യം വേണം, ഇതിലിറങ്ങി പണിയെടുക്കാനുള്ള ബുദ്ധിമുട്ടെല്ലാം കാണിച്ചു. ചുമ്മാ ഞാനിപ്പോ ഈ കൊല്ലം നോക്കണ്ട, ഞാൻ പുറത്ത് പോയിട്ട് വന്നതാണ്, മുണ്ടെടുത്ത് കൊടുത്തതാണ്. ശരിക്കും നമ്മളൊരു പണിക്കാരനാവണ്ടേ, അല്ലാതെ മുതലാളി ആവാൻ ഒരിക്കലും നിൽക്കരുത്. ഇതിപ്പോ ഇവിടെ പണിക്കാരുണ്ട്. ഇപ്പൊ നമുക്കിവിടെ കറം മെഷീനാണ്, പ്രഷർ വാഷറൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ? ഈ കാരണം TMR-ഉം ഈ തീറ്റയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു 15 പശു വരെ വളർത്താം, അതായത് പണിക്കാരില്ലാതെ എന്ന് തോന്നുന്നു. പണിക്കാരില്ലാണ്ട് വലിയ പാടാണ്. വീടുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ? ഓ, അങ്ങനെ. നമ്മൾ ഈ 15 തന്നെ നമുക്ക് ഒരിക്കലും 15 പശു എന്തെല്ലാം നോക്കണം, കുളിപ്പിക്കാൻ, തീറ്റ കൊടുക്കണം, പല കാര്യമുണ്ട്. അപ്പൊ എന്തായാലും 15 വരെ പണിക്കാർ വേണം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇവിടെ വെച്ചാല് പശു മാത്രമല്ല ഉള്ള പോത്ത്, ആട്, കോഴി എല്ലാം ഉണ്ടല്ലോ. അപ്പൊ പണിക്കാരില്ലാണ്ട് ഇത് നടക്കില്ല. ഇപ്പൊ എത്ര ലിറ്റർ പാൽ ഉത്പാദനം ഉണ്ട്? ഇപ്പൊ എനിക്ക് 180-200 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ശരിക്കും ഇപ്പൊ എത്ര? 16 അല്ലേ? 16. ഒരു 10 ലിറ്റർ മേളില് നമുക്ക് ആവറേജ് ഉണ്ട്. പശുക്കളെ നന്നായിട്ട് തെരഞ്ഞെടുത്താൽ മാത്രമേ ഗുണമുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ മിക്കത് 5 ലിറ്റർ 4 ലിറ്റർ അങ്ങനെ ആയിരുന്നു. അതൊക്കെ റീറേഞ്ച് എടുത്തതാണ്. ഇത്തവണയുള്ള പശുക്കളെ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ഇത് പലരും കമ്പം, തേനി അങ്ങനെയുള്ളതൊക്കെയാണ്. അതായത് ഡയറക്റ്റ് പോയി എടുക്കുകയാണ്? അതെ, ഡയറക്റ്റ് എടുത്താ. എനിക്ക് ഒരു ആഗ്രഹം, ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് കൃഷ്ണഗിരി നല്ല പശുക്കളാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ എടുക്കണമുണ്ട്. ഇപ്പൊ നമ്മുടെ ലോക്കലിൽ വരുന്ന പശുക്കളുണ്ട്. ഈ കണ്ട മുട്ട പശു, ഇവള് നിൽക്കുന്ന പശുല്ലേ, അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പശുക്കളാണ്. അതൊക്കെ അത്യാവശ്യം നല്ല പാലുള്ളതാണ്. എനിക്കൊരു 18-20 ലിറ്റർ പാല് കിട്ടുന്നുണ്ട് നാട്ടിൽ നടത്തിയത്. പക്ഷെ നീണ്ട കറവ കിട്ടാൻ സാധ്യത കുറവാണ്. അതേപ്പറ്റി എനിക്ക് ഇപ്പൊ എടുത്തുള്ളൂ 2 പശുക്കൾ എടുത്തോളൂ അല്ലേ? ഈ കാണുന്ന തൊഴുത്തിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇത് പഴയ തൊഴുത്ത്, പക്ഷെ ഇങ്ങനെ അല്ല അതിന്റെ നിർമ്മാണ രീതി. അത് എടുത്തപ്പോഴുള്ളതാണ്, അതുകൊണ്ട് ഇങ്ങനെ നിർത്തിയേക്കുക. ഇത് ഇനിയിപ്പോ കുറച്ച് ഡെവലപ്പായിട്ട് ഷെഡ് മാറ്റണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലാകുമ്പോൾ ഒന്നും തൊട്ടിട്ടില്ല, ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഓക്കെ. ശരി, അപ്പൊ ഇവിടെ കൊടുക്കുന്ന തീറ്റയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് മറ്റേതിലേക്ക് പോയല്ലോ. ശരി, ഇവിടെ എന്തൊക്കെ TMR എന്തോരം കൊടുക്കും? നമ്മൾ TMR അതായത് TMR-ഉം കേസും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ 7 കിലോ അത് പാല് കിട്ടുന്ന കണക്കാക്കി കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ 5 കിലോ 6 കിലോ. അതുപോലെ ഇത് TMR 5 കിലോ 5 കിലോ TMR. പശുവിന് പാൽ എങ്ങനെ കിട്ടുന്നു അതനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. പരുത്തിപ്പിണ്ണാക്ക് TMR കേസ് ഞങ്ങൾ മാക്സിമം 1/2 കിലോ 1 കിലോ ആ റേഞ്ചിലേ കൊടുക്കത്തുള്ളൂ. മുന്നേ കേസായിരുന്നു 5 കിലോ കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഈ ചെനക്കൊക്കെ ഇഷ്യൂ വന്നുകൊണ്ട് മാത്രം ചേച്ചി അത് പൊട്ടിക്കുന്നുണ്ട്. അത് ഒരു പശുവിന് 4 കിലോ 5 കിലോ കണക്കാക്കിയാണ് കൊടുക്കുന്നത്. അത് 25 കിലോ അല്ലേ? അത് 25 കിലോ 5 പശുവിനുള്ളതാണ് ഈ ഒരു പാക്കറ്റ് അല്ലേ? ഒരു പാക്കറ്റ് അപ്പൊ 5 പശുവിനുള്ളതാണ്. TMR കൊടുത്തിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു പശുവിന് പാലിന് എന്തൊരു ഗുണമായിട്ട് തോന്നുന്നത്? പാലിന് കുറെ വീഡിയോയിൽ കണ്ടായിരുന്നു, പാലിന് ഒരുപാട് കട്ടിയുണ്ട് അങ്ങനെയൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് കേസ് കൊടുക്കുമ്പോഴും സെയിം തന്നെയാണ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. TMR ഉടമ കേസ് ഉടമ എനിക്ക് അങ്ങനെ
ക്വാണ്ടിറ്റി ഒരുപോലെ തന്നെ കിട്ടുന്നുണ്ട്. ചെന പിടിക്കാനുള്ള ബുദ്ധിമുട്ടില്ല. ഇല്ല ഇപ്പം അത്യാവശ്യം ഹെൽത്തി ആയി. ഹെൽത്തി ആയി അല്ലേ? TMR പരസ്യം ആയി പോയല്ലോ. അതല്ല, ഒരിക്കലും ഞാൻ പരസ്യം ചെയ്യുന്നല്ല. ഇതിപ്പോ നമുക്ക് മിൽമയില് റേറ്റ് കുറച്ച് കിട്ടും, 510 കിട്ടും. ഇത് പുറത്ത് നമുക്ക് 565 കിട്ടും. മിൽമയിൽ ഏറ്റവും ബെറ്റർ. ഇപ്പൊ TMR പരസ്യം ചെയ്യുന്നല്ല, ചിലപ്പോൾ ഒരുപാട് വീഡിയോസ് കമന്റ് അങ്ങനെ വരാറുണ്ട്. ശരി, അപ്പൊ എന്തായാലും നമ്മുടെ പശു ഫാം ഈ കാണുന്നതാണ് ഒരു അടിപൊളി ഫാം ആട്ടോ. ഇപ്പൊ 16 എണ്ണം. ഈ 16 എണ്ണത്തിൽ നിന്നും എത്ര എണ്ണത്തിലേക്കാണ് ഇനി പോകാൻ പോണേ? ഒരു ഫാർമർ ആഗ്രഹം വെച്ചാൽ 50 പശു മിനിമം സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് വേണം, അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, അല്ല എത്തിക്കണം ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. നടക്കും, നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. ഇപ്പൊ PMAGP ലോണൊക്കെ ഉണ്ടെന്ന് അറിവുണ്ട്, പക്ഷെ എടുക്കണം. ബാങ്കിൽ പോയത് അതിനാണ്. എന്തായാലും സക്സസ് ആവട്ടെ, കാരണം സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ആവട്ടെ. നമ്മള് ഈ പറയുന്ന പശു മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് നഷ്ടമായി പോയി എന്ന് തോന്നുന്നുണ്ടോ? തോന്നിയിരുന്നു. പിന്നെ തീർച്ചയായിട്ടും പിന്നെ വേണ്ടായിരുന്നു, കാര്യം പെട്ടുപോയിട്ടുണ്ട്. കാര്യം നമ്മുടെ കയ്യിലെ കാശ് മൊത്തം ഇറക്കി അറിയാത്തതുകൊണ്ട് അബദ്ധമായി പോയി തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് തോന്നുന്നു? ഇപ്പോ നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമ്മൾ ആരും ഭരിക്കാനില്ല, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് നമ്മുടെ ബിസിനസ് അത്ര തന്നെ. അതായത് ലാഭമുണ്ട്. നമ്മൾ ഗൾഫിൽ ഉണ്ടാക്കുന്ന പൈസ കൂടെ ഉണ്ടാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. ഈ ഒരു 16 പശുവിന് വേണ്ടി എത്ര മണിക്ക് ഇപ്പൊ കാലത്ത് എഴുന്നേക്കും? രാവിലെ ശരി ഞാൻ എണീക്കാറില്ല, പണിക്കാരെ എണീക്കാം. 3 മണിക്ക് എണീക്കും. പാല് കൊടുക്കാൻ ഞങ്ങളാ പോവുക. ഞങ്ങൾ 5 മണിയാകുമ്പോഴത്തേക്ക് പാല് വീട്ടിലെത്തിക്കാൻ വേണ്ടി. ഇവര് രാവിലെ എണീറ്റ് കൂടെ കഴുകി ഒരു കറവ് ആകുമ്പോഴേക്കും ഞങ്ങൾ എണീക്കും. അപ്പൊ പണിക്കാരൻ എന്തായാലും സെറ്റ് ആണോ? സെറ്റാണ്. അടിപൊളിയാ. ശരി, അപ്പൊ നമുക്ക് ഇനി ഇവിടെ വേറെ പോത്ത് നിപ്പുണ്ടല്ലോ. എനിക്ക് ഇവരെ കൊടുക്കണമെന്നുണ്ട്. ഹരിയാന മുറ-പോത്താണ് കേട്ടോ. ഇത് ഒരു വർഷം മുന്നേ എടുത്ത പോത്താണ്. ഇത് നമ്മുടെ ഉണ്ട്. അതായത് എടുത്തത് എവിടെ നിന്ന് അറിയോ? നമ്മുടെ സമ്മർലാൻഡ് ഫാം എന്നൊരു വെളിയത്ത് കൊല്ലം ഡിസ്ട്രിക്ട് വെളിയ, അവിടെ നിന്ന് എടുത്തത്. ഒരു വർഷമായി. ഇപ്പൊ ഇത് 9 ഉണ്ട് പോത്ത്. 9 മാത്രമാണോ വാങ്ങിച്ച? അല്ല, ഞാൻ 10 വാങ്ങിയായിരുന്നു. ഒരെണ്ണം ഒരാൾ കൊടുത്തായിരുന്നു. അപ്പൊ ഇവരെ കൊടുക്കണമെന്നുണ്ട്. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുളിപ്പിച്ചിട്ടൊന്നുമില്ല, പാടത്തുനിന്ന് കൊണ്ടുവന്നുള്ളൂ. അതെ, ഇപ്പൊ ശരിക്കും മോശമായിട്ട്. കാര്യം പണിക്കാര് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ ആടും പശുവും എല്ലാം കൂടെ അവർക്ക് നോക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് പശു ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാം നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പശു ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ പണിക്കാരുണ്ടാവണം. ഈ കാണുന്ന പോത്തുകളെ കൊടുക്കാനുള്ളതാണ്, മുറയാണ്. ഇതിപ്പോ ഒരു 1.5 വയസ്സ് മേളിൽ പ്രായം ഉണ്ടാവും. 1.5 വയസ്സിന് മേലെ പ്രായം ഉണ്ടാവും. ഞാൻ എടുത്തിട്ട് ഒരു വർഷമായി. എങ്ങനെ കിലോ വെയിറ്റിനാണോ? ഞാൻ കിലോ വെയിറ്റിനെ കൊടുക്കാനായി. അല്ലാണ്ട് ഇപ്പൊ ഡയറക്റ്റ് എടുത്താൽ വില ആരും തരത്തില്ല. കിലോ വെയിറ്റ് നമുക്ക് എന്താ റേറ്റ്? അന്ന് ഞാൻ എടുത്ത 180 രൂപയാണ് കിലോയ്ക്ക്. അന്ന് എടുത്തത് 180 ആയിരുന്നു. 180 രൂപ ഒരു കിലോയ്ക്ക്. ഇന്നിപ്പം നോക്കണം പുറത്തെങ്ങനെയാണോ അതനുസരിച്ച് മേടിക്കും. അതായത് മറ്റുള്ള ഫാമുകളിൽ കൊടുക്കുന്ന അതേ റേറ്റിൽ കിട്ടാം. ശരി കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളി പോത്തുകളാണ്, ഇത് കൊടുക്കാനുള്ളതാണ്. അതും 9 ഉണ്ട്. ഇതിപ്പോ ഈ 9 എണ്ണം ഒരുമിച്ച് കൊടുക്കുള്ളൂ അതോ എങ്ങനെയാ? സെപ്പറേറ്റ് പക്ഷെ ഇവിടെ തൂക്കാണെങ്കിൽ നമ്മുടെ ത്രാസോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് കച്ചവടക്കാരല്ലോ, നമ്മൾ വാങ്ങി വളർത്തുകയല്ലായിരുന്നു. അപ്പൊ എന്തായാലും അവിടെ പുറത്ത് കൊണ്ട് തൂക്കിയിട്ട് കൊടുക്കും. ഇതിന്റെ അപ്പുറം കാണാനുള്ള നമുക്ക് താറാവുണ്ട്. അപ്പൊ നമുക്ക് ഇനി കാണിക്കാനുള്ളത് നമ്മുടെ താറാവ് കുട്ടികളാണല്ലേ? അതെ അതെ അതെ. എല്ലാവരും നല്ല ബഹളം വെച്ചിട്ടുണ്ടല്ലോ. എത്ര താറാവുണ്ട് ഇപ്പൊ നമുക്കിപ്പോ? 250 ഉണ്ട്. അത്ര ഉണ്ടല്ലോ. ഈ ഒരു താറാവിനെ വളർത്താൻ കാരണം അത് ആഗ്രഹം കൊണ്ട് വളർത്തിയതായിരുന്നു. ആണല്ലേ? താറാവിനെ നമുക്ക് നഷ്ടമൊന്നുമില്ല. നമുക്ക് എനിക്ക് ഇവിടെ ഫുള്ള് ഓടി നടക്കുക. എനിക്ക് ഇതിനെ കൊടുത്തു കഴിഞ്ഞാല് അത്യാവശ്യം ഇവിടെ പുല്ല് ഇടണമെന്നുണ്ട്. ഇത് പുല്ല പറ്റത്തില്ല. അടിപൊളി. പോട്ടെ പോട്ടെ പോട്ടെ. ഏതിനത്? ഇത് ചാര ചെമ്പല്ലിയാണ്. ആണല്ലേ? അവർക്ക് വേണ്ടിയാണ് ഈ കാണുന്ന കുളം അല്ലേ? അതെ അതെ അതെ. കുളം. താറാവ് മുട്ട കിട്ടുന്നുണ്ടോ? മുട്ട ഇടുന്നുണ്ട്. ആണല്ലേ? ഇതിപ്പോ ശരിക്കും എന്താ പറയാ, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാം അല്ലേ? അതെ അതെ. ഇതിപ്പോ കോഴിയുടെ കൂടി ഒരു കുറവുള്ളൂ. ഇവിടെ കോഴി ഉണ്ടായിരുന്നു, ഒഴിവാക്കിയതാണ്. നിർത്താൻ കയറി വെച്ചാൽ പണിക്കാരെ കിട്ടാണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ഇതിപ്പോ വന്ന പണിക്കാരാണ്. അപ്പൊ വന്നപ്പോ സമയത്ത് വലിയ പാടായിരുന്നു എല്ലാം ഒറ്റയ്ക്ക് നോക്കാനേ. അപ്പൊ കോഴിനെയൊക്കെ ഒഴിവാക്കി. ശരിക്കും ഈ താറാവിനെ വളർത്തുന്നത് നമുക്ക് ലാഭകരമാണോ? ലാഭം അല്ലാന്ന് പറയാൻ പറ്റില്ല, ലാഭം തന്നെയാണ്. താറാവർച്ചക്ക് അത്യാവശ്യം ഉണ്ട്. ഇവർക്കുള്ള തീറ്റ എന്താ ശരിക്കും? ഇവർക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് പെല്ലറ്റാണ് കൊടുക്കുന്നത്. താറാവിനുള്ള പെല്ലറ്റ് ഉണ്ട്. താറാവിനുള്ള പെല്ലറ്റ് അല്ലേ? ആടുണ്ടല്ലോ അവിടെ? ആടുണ്ട്. ഈ ഒരു പലക ഇത് വെച്ചിട്ടാണ് ഇവിടെ കയറുന്നത്. ഇവിടെ ഉള്ളത് മൊത്തം മലബാറിയാ? മലബാറി. നമ്മളിപ്പോ 2 മുട്ട കൊടുത്തുള്ളൂ. ഓക്കെ. ഇത് വിൽപ്പനയ്ക്ക് ഉണ്ടോ ഇപ്പൊ? ഇല്ലല്ലോ. വിൽക്കുന്നില്ല. ഇല്ല. പാല് കിട്ടുന്നുണ്ടോ? ഇപ്പൊ നമ്മള് കുട്ടികൾക്കൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മള് കറന്ന അത്യാവശ്യക്കാർ വന്നാൽ കറന്ന് കൊടുക്കും. ഇത് മലബാറി അല്ല? ഇത് മലബാറി. തനി നാടനാണ്. തനി നാടനാണ്. ഇത് ജമുനപ്പാരി ഒരു ആടുണ്ട്, അതുകൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചായിരുന്നത് ഈ മലബാറിനെ. മലബാറിനെ. അപ്പൊ എന്തായാലും അപ്പൊ ആടായി, അപ്പുറം പശുവായി,
അത് നമ്മുടെ താറാവ് ഇപ്പറയാണെന്നുണ്ടെങ്കിൽ പോത്ത് അല്ലേ? പോത്ത് അവിടെ പോത്ത്, താഴെ മുയല്. താഴെ മൊയലുണ്ട്. മൊയലിനെ ഒന്ന് കാണാട്ടോ കേട്ടോ. ശരി, അപ്പൊ ഇവിടെ കൊടുക്കാനുള്ള ചാണകമാണിത്. ഇതിപ്പോ ഒരു വർഷമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ചാണകം അടുത്ത ഫാമിൽ നമ്മൾ ചാണകം എടുത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ 7 രൂപ അല്ലെങ്കിൽ 8 രൂപ കൊടുക്കും. അല്ല കുറച്ചൊക്കെ ആണെങ്കിൽ 10 രൂപ കിലോയ്ക്ക് അങ്ങനെ കൊടുക്കും. ഇത്ര വെള്ളം ചോദിച്ചാൽ ഓർഡർ ചെയ്താൽ കൊടുക്കാൻ ഉണ്ട് നമ്മുടെ. അപ്പൊ ഇതുപോലെ ഉണക്ക ചാണകം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം അറിയായിരിക്കും എല്ലാവർക്കും. ശരി, അപ്പൊ ഈ കാണുന്ന ചാണകം നല്ല ക്വാളിറ്റി ചാണകമാണ്. ഇതിപ്പോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. സ്ഥലം പറഞ്ഞത് നമ്മുടെ കൊല്ലം അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് കാണാനുള്ളത് നല്ല അടിപൊളി സുന്ദര കുട്ടന്മാരാണുള്ള. ഇതിപ്പോ ഏതാ ഇനം? ജെയിന്റ് വൈറ്റാ? ജെയിന്റ് വൈറ്റ് അല്ലേ? എത്ര മൊയിലുണ്ട് ഇവിടെ? 20 മൊയിലുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ പശുവിന്റെ കൂടെ ഈ മൊയിൽ വളർത്താൻ ആഗ്രഹത്തിന് പുറത്ത് ചെയ്യുന്നത്? മൊയിലിന്റെ വിൽപ്പന ഉണ്ടോ? നമുക്ക് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യും. കുഞ്ഞുങ്ങളെ സെയിലാണല്ലേ? അങ്ങനെ വലിയ ഒരു വ്യാപാരമായിട്ടൊന്നല്ല, എന്നാലും ഇഷ്ടം. എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രവാസത്തിലായിരുന്നത് കൊണ്ട് അന്ന് കണ്ടൊരു സ്വപ്നം തോന്നുന്നു. തീർച്ചയായിട്ടും അതന്നെ. കുട്ടിക്കാലം പോലെ എനിക്ക് ഇതിനോട് വലിയൊരു ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഈ ഒരു പശുവും പോത്തും താറാവും ആടും മൊയിലും എല്ലാം നിൽക്കുന്നത് എത്ര സെന്റ് സ്ഥലത്താണ്? ഇത് 1 ഏക്കർ 20 സെന്റ് സ്ഥലം. ഇത്ര മതി? അപ്പൊ ഇത്രയും വളർത്താൻ മതി. സ്ഥലം ഇനിയുണ്ട് നമുക്ക് വളർത്താൻ സ്ഥലമുണ്ട്. ശരി, അപ്പൊ എന്തായാലും ഇവിടെ വരുമ്പോ ഒരു വൈകിട്ടൊക്കെ വരാണെങ്കിൽ ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായും. അടുത്ത് വയലിൽ നല്ല കാറ്റൊക്കെ ഉണ്ട്. ആണല്ലേ? ശരി, അപ്പൊ എന്തായാലും അപ്പൊ ഇനിയും മുന്നോട്ട് പോട്ടെ, നന്നായിട്ട് പോട്ടാ. ഗവൺമെന്റ് സഹായങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടോ? ഇതുവരെ ഇല്ല. PMEGP വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ശരി, അപ്പൊ എന്തായാലും PMEGP കിട്ടട്ടെ. 50 പശു ആവട്ടെ അല്ലേ? 50 പശു ആവട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു സെയിലുമായി ബന്ധപ്പെട്ട് വിളിക്കാനുള്ളവർക്ക് കോൺടാക്ട് നമ്പർ കൊടുക്കാമല്ലോ. അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് യുവ ക്ഷീരകർഷകനായ സുജിത്തിന്റെ ഫാമിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.